മിസ് ആണ് കേട്ടോ. മിസ് എന്താ ഇന്നൊരു വീഡിയോ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കില്ലേ നിങ്ങൾ? അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇപ്പോൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ? യെസ്, വിശകലനം ചെയ്യാം. അപ്പം നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കിക്കോടാ. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൽ നൂലറ്റു പോകാതിരിക്കയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താ നഭസിന്മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം. ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ. ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം, പട്ടത്തിന്റെ കരൾ, കരളിന്റെ നൂൽ, മാനവൻ വഴക്കടിച്ച് കോലം കെടുത്തിയ പാര്, പാവന ചിന്താ നഭസ്. പട്ടത്തെ കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത്? ആണോ? ഈ കൊച്ചുപട്ടം മറ്റെന്തെങ്കിലും ആണോ? ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്കതിനെ കഴിയുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കൂ. തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യുന്നത്? നോക്കിക്കോളൂ. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിലെ ഈ വരികൾ പട്ടത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് ഒരുമയെയും സമത്വത്തെയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകം ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ഇതിനിടയിലും അവയെ ചേർത്ത് പിടിക്കുന്ന ഒരു നൂലുണ്ട്. ഈ നൂലിന്റെ ചലനമനുസരിച്ചാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക ലോകമാകുന്ന പട്ടം ചലിക്കുന്നത്. ഉയർന്നു പറക്കുമ്പോഴും വലിച്ചടുപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പട്ടത്തിലുണ്ട്. ഇങ്ങനെ ഉയർന്നു പറക്കുന്ന പട്ടത്തെ, ഏകലോകം എന്ന പട്ടത്തെ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ലോകം ഒന്നാണെന്ന ബോധമാണ്. ഈ ബോധമാണ് പട്ടത്തെ അകലെ നിൽക്കുമ്പോഴും അടുപ്പിക്കുന്നത്. മനുഷ്യർ പരസ്പരം വഴക്കടിച്ച് കോലം കെടുത്തിയ ഭൂമിയിൽ നിന്ന് നല്ല ചിന്തകളുടെ ആകാശത്തേക്ക് പട്ടം പറക്കുന്നത്. ആകാശത്താണ് പട്ടം പറക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പട്ടം നല്ല മനസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുതുതലമുറയ്ക്ക് വേണ്ടിയുള്ള നല്ല ചിന്തകൾ അതിലുണ്ട്. മക്കളെ നമ്മളിപ്പോ എന്താണ് പറഞ്ഞത്? യെസ്, വിശകലന കുറിപ്പാണ് അല്ലേ? എങ്ങനെയാണ് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാന്നാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാഠപുസ്തകം വായിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, നന്നായിട്ട് പാഠഭാഗത്തിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മിസ് അതൊരു കവിത വായിച്ചു തന്നു. അപ്പം ഇതേപോലെ ആ കവിത വായിച്ച് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത്. ഇതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നല്ല സെറ്റാക്കി വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം എഴുതുക. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വിലപ്പെട്ട കമന്റ്സും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.